ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ഇന്ന് നമ്മൾ പൊട്ടുകടല വെച്ചിട്ടുള്ളൊരു പ്രഥമനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ പൊട്ടുകടലയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിലാണ് നമ്മൾ ഫുള്ള് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തവി കൊണ്ട് പ്രസ് ചെയ്ത് ഇതൊന്ന് ഉടഞ്ഞോളും. അപ്പോൾ എനിക്കിതിങ്ങനെ തരിയായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതിന് ഞാൻ കുക്കറിൽ തന്നെ ഒരു 3 വിസിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഒരു 3 വിസിലായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനിവിടെ 1-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്, 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അതിലിപ്പം 2-ാം പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 2-ാം പാലൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുക്കറിൽ വെച്ചിട്ടൊന്ന് ഒരു 3 വിസിൽ വേവിച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ പറ്റി വരും, പറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് വരാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പായസം കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട് പായസം. ഈ പായസം ഇതേപോലെ നല്ല തിക്കായിട്ട് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ, 1-ാമത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമുക്ക് റൈസിൻസും കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പായസത്തിൽ ചെയ്യുന്ന പോലെ തന്നെ ആണ് ചെയ്യുന്നത്. എന്നാൽ ഇത് പ്രഥമനായതുകൊണ്ട് ഇതിന് ഞാൻ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് സ്വിച്ച് ഓഫ് ചെയ്യാം. നമ്മുടെ പൊട്ടുകടല പ്രഥമൻ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൊഴുപ്പില്ലെന്ന് തോന്നുന്ന ഇത് ഇരുന്നിരുന്ന് കുറുകുന്ന ഒരു പ്രഥമനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതേപോലെ നല്ല വെറൈറ്റി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.